ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഓരോ ദിവസവും പുതിയ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുക. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ വലിച്ചിഴക്കപ്പെടുന്നു. കാരണം ദേവസ്വം മന്ത്രി അറിയാതെ അത് നടക്കില്ല, ദേവസ്വത്തിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയാതെ നടക്കില്ല, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സുനിൽകുമാർ എന്ന് പറഞ്ഞ ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കീഴ്ശാന്തിമാരായിട്ട് അല്ലെ അവരുടെ സഹായിമാരായിട്ട് വരുന്നതൊക്കെ രാഷ്ട്രീയ പിന്തുണയിൽ ചില ആളുകളാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നുള്ള ഒരു കൂട്ടുകച്ചവടമായിരിക്കില്ലേ ഇത്? അല്ല, അതിന് സംശയമൊന്നുമില്ല. കാരണം എനിക്ക് തോന്നിയത് ഈ കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുണ്ടാവാൻ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ബസന്ത് കുമാർ, ഇതിന് ദേവസ്വം ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അതെ. അപ്പോൾ ഈ മോഷണത്തിൽ പങ്ക് കടകംപള്ളിക്ക് ഉണ്ടാവാൻ ഉള്ള ചാൻസാണ് വളരെ കൂടുതൽ. കടകംപള്ളിക്ക് മാത്രമല്ല, ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉണ്ട്, ആദ്യകാലത്ത് പത്മകുമാർ ഉണ്ടായിരുന്നു, അതിന് ശേഷം വേറെ ആള് വന്നിരുന്നു, വാസു വന്നിരുന്നു. ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ എന്തൊക്കെയായിരുന്നു വാസു. ഈ വാസു അതിന് ശേഷം പിന്നെയാണെന്നാണ് ഇപ്പോഴത്തെ കക്ഷി വന്നത്. ഈ പറഞ്ഞ എല്ലാ ഉടായ്പകൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടാവാം. കാരണം ഇവരെല്ലാവരും ഒരു കൂട്ടുകൃഷിയാണ്. ഈ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയിട്ട് മറ്റുള്ളവരെ സംബന്ധിച്ചൊന്നും ഇവിടുത്തെ ദേവസ്വം വകുപ്പിന്റെ മന്ത്രി ഇപ്പൊ രാധാകൃഷ്ണനാണെങ്കിലും കൊള്ളാം, ഇപ്പോഴത്തെ മന്ത്രി വാസവനായാലും കൊള്ളാം, പിന്നെ വേറെ ഒരു കക്ഷിയൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്നവർക്ക് ആർക്കും വിശ്വാസമില്ല. ഇവര് അമ്പലത്തിൽ പോകുന്നത് തൊഴാൻ വേണ്ടിയിട്ടല്ലോ. ഇവരവിടെ ശബരിമലയിൽ പോയിട്ട് അവിടെ ശബരിമല നട തുറക്കുന്ന സമയത്ത് ബാക്കി എല്ലാ ഭക്തന്മാരും അവിടെ കൈകൾ കുപ്പിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് മിക്കവാറും മന്ത്രിമാർ നോക്കുന്ന അവിടുത്തെ സ്വർണത്തിലാ. മന്ത്രിമാരുടെ ഈ പറയുന്ന എല്ലാ മന്ത്രിമാരുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയും രാധാകൃഷ്ണന്റെയും ഈ പറയുന്ന എല്ലാ മന്ത്രിമാരുടെയും ശ്രദ്ധ ഉണ്ടായിരുന്നത് ഇവരാരും ഭഗവാനെ അല്ല നോക്കിയത്, ആ ഭഗവാന്റെ വാതിലാണ് ഇവർ നോക്കിയത്. ആ വാതിലിന്റെ രണ്ട് വശത്തിരിക്കുന്ന ദ്വാരപാലന്മാരാണ് ഇവർ നോക്കിയത്. അവിടുത്തെ സ്വർണ്ണം എങ്ങനെ അടിച്ചു മാറ്റാമെന്ന് ഇവർ നോക്കിയത് പാർട്ടിക്ക് വേണ്ടിയിട്ട്. അതിന് വലിയ തെളിവുകളാണുള്ളത്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നിയോ ഈ വാതിലൊക്കെ എങ്ങനെ അടിച്ചു മാറ്റിയെന്ന് തോന്നും. ഈ വാതിലിൽ ഇവരെന്ന സാക്ഷാൽ അയ്യപ്പനെ ഇവർ കൊണ്ടുവരുന്ന നമുക്ക് അറിയാൻ പറ്റില്ല. അയ്യപ്പനെ കൊണ്ടുപോയിട്ട് വേറെ ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പനാണ് ഇവർ വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ആരും നിശ്ചയമില്ല. അതുകൊണ്ടാണ് ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഒന്നിനും വിശ്വാസമില്ല. വിശ്വാസമില്ലാത്ത സംഗതികൾ അവര് ഏറ്റെടുത്ത് അതിന് ഉടമസ്ഥാവകാശം സ്ഥാപിച്ച് അതിനെ നശിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പങ്കാളിത്തം അവർ വഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ മാത്രമൊന്നുമല്ലല്ലോ, ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പൊ നമുക്കറിയാവുന്ന വായനശാലകളുണ്ട് കേരളത്തിലെ ഏകദേശം 9,000-ഓളം വായനശാലകളാണ്. അത് തുടങ്ങിയത് 1945-ലാണ്. അന്നത്തെ അത് ഉദ്ഘാടനം ചെയ്ത സർ സി പി രാമസ്വാമി അയ്യരാണ്. 47 ഗ്രന്ഥശാലയാണ് അതിനകത്ത് പങ്കെടുത്തത്. ഗ്രന്ഥശാല സംഘത്തിന്റെ രൂപീകരണത്തിന് പി എൻ മണിക്കരാണ് നേതൃത്വം കൊടുത്തത്. ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പി എൻ മണിക്കർ നേതൃത്വം കൊടുത്തിട്ടുള്ള 47 ഗ്രന്ഥശാലകൾ പങ്കെടുത്ത യോഗത്തിലേക്ക് ആരും പോകരുതെന്ന് പറഞ്ഞിട്ട് ഇവരൊരു ആറോല ഇറക്കിയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നത്തെ. ഏകദേശം 100 ചില വായനശാലകൾ കേരളത്തിലുണ്ട്. ബാക്കി 53-ഓളം പേര് പങ്കെടുത്തില്ല. അതിനുശേഷം ഗ്രന്ഥശാലാ സംഘം വലിയ പ്രസ്ഥാനമായിട്ട് വന്ന സമയത്ത് പി എൻ പണിക്കരെ പുറത്താക്കിക്കൊണ്ട് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഉണ്ടാക്കിയ CPM ആണ് 1978. എന്ന് വെച്ചാൽ ഇവർക്ക് വിശ്വാസമില്ലാത്ത വായനശാലകളെ, ബുദ്ധിജീവി വർഗത്തിന്റെ പ്രവർത്തനങ്ങളെ, സാക്ഷരതാ പ്രവർത്തനങ്ങളെ അതിന് മുഴുവൻ തകിടം മറിക്കുന്ന പ്രവർത്തനം നടത്തിയിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് അടക്കമുള്ള ആളുകൾ അതിന് മുഴുവൻ തകിടം മറിക്കാൻ ശ്രമിച്ചതിന് ശേഷം അത് വലിയ പ്രസ്ഥാനമായി വന്ന സമയത്ത് 1978 അതിന്റെ നേതൃത്വം ഏറ്റെടുത്തവരായവര്. ഇപ്പൊ എന്താ ഫലത്തിൽ എന്താ ഉണ്ടായത്? കേരളത്തിലെ വായനശാലകളിൽ ഒരു ദിവസം 10 പേര് പോലും വരുന്നില്ല. പൂർണ്ണമായും നശിപ്പിച്ചവര്. സമാനമായിട്ടുള്ള സംഭവം തന്നെയാണ് ഇവര് ശബരിമലയിൽ കൊണ്ടിരുന്നത്. ശബരിമല ക്ഷേത്രത്തിനെ അവിടെയുള്ള സ്വർണ്ണപ്പാളികൾ അടിച്ചു മാറ്റിയിട്ടുള്ള ആളുകള്, അവിടെയുള്ള വാതിലുകൾ അടിച്ചു മാറ്റിയിട്ടുള്ള ആളുകള്, ഈ പറയുന്ന മന്ത്രിമാർക്ക് പങ്കുണ്ട്. ഇതിൽ പങ്കില്ലാത്ത മന്ത്രിമാർ രംഗത്ത് വരട്ടെ, അവര് സത്യസന്ധമായിട്ട് പറയട്ടെ. ഇന്നിപ്പോ ഏതൊരു എക്സിക്യൂട്ടീവ് ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, സുനിൽകുമാർ. അയാൾക്ക് മുമ്പ് വേറെ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇവരൊക്കെ കള്ളന്മാരാ. ഈ പറയുന്ന കള്ളന്മാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇവർക്ക് അയ്യപ്പനൊന്നും വിശ്വാസമില്ല. ഉദരനിമിത്തം ബഹിർത വേഷം എന്നുള്ള വാക്ക് കൃത്യമായിട്ട് ഇവരെ സംബന്ധിച്ച് മാത്രം ചേരുന്നവരാണ്. ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഞാൻ പലപ്പോഴും ഇവരൊക്കെ പറയാറ് സഖാവ് മുരാരി ബാബു, സഖാവ് സുനിൽകുമാർ, അങ്ങനെ പറയുന്നത് ശരി. ഇവരൊക്കെ സഖാക്കളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് വിടുവേല ചെയ്യുന്ന ആളുകളാണ് ഇവരെ സസ്പെൻഷൻ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. സസ്പെൻഷൻ കാലത്ത് ഇവർക്ക് കൃത്യമായിട്ട് ഇവർക്ക് ഓണറേറിയം കിട്ടും. ഏകദേശം 60% മറ്റവർക്ക് കൈ കിട്ടും. ആ കാശ് മേടിച്ച് ജോലി ചെയ്യാതെ കണ്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് വിടുവേല ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുരാരി ബാബും കൂട്ടർ ഇറങ്ങുന്നത്. ഇങ്ങനെ പണം പറ്റുന്ന ആളുകളാണ് ഇവര്. സർക്കാരിന്റെ പണം വാങ്ങിക്കുന്ന, ജോലി ചെയ്യുന്നില്ല. സമാനമായിട്ടുള്ള രീതിയിൽ ഇവര് ക്ഷേത്രത്തെ ആസൂത്രിതമായിട്ട് നശിപ്പിക്കുക. നമുക്കറിയാലോ ഇപ്പൊ അയ്യപ്പ സംഗമം നടത്തി. എന്തിനു വേണ്ടിയിട്ടാണ് ഇവര്? ആരൊക്കെയാണ് അതിനകത്ത് പങ്കെടുത്തത്?
ഇവിടെ ഏറ്റവും വലിയ പരമ ഫ്രോഡായിട്ടുള്ള തന്ത്രി എന്തായാലും പേര് മോഹന്റെ കണ്ടര്. പഴയ കാലത്ത് തന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഒരു പെണ്ണുപിടുത്ത കേസിൽ പ്രതിയായിട്ടുള്ള ആളായാള്, എറണാകുളത്ത് വന്ന് താമസിച്ചിട്ടുള്ള ആള്. ഈ പറയുന്ന മോഹന്റെ കണ്ടരേക്ക് വെച്ചുകൊണ്ടാണ് ഈ സാധനം ഉദ്ഘാടനം ചെയ്യുന്നത്. അവിടെ ഇരിക്കുന്ന വേദിയിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരാള്, സത്യസന്ധനായിട്ടുള്ള വേദിയിലിരിക്കുന്ന ഒരാളുടെ പേര് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയില്ല. അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ബന്ധമുള്ളവരാണ് ഇവരൊക്കെ. ഈ ബന്ധത്തെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ നമുക്കറിയാലോ NSSന്റെ ജനറൽ സെക്രട്ടറി ഇതിന് പിന്താങ്ങി. എന്താ കാരണം? അയാളുടെ മരുമോന്റെ പ്രശ്നമുണ്ട്. അതേപോലെ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനും, അയാൾക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളുള്ളവരൊക്കെ കൂടിയിട്ട് ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിന്റെ സംഘാടകരായിട്ട് വന്ന് അയ്യപ്പനെ കയറി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സംഭവിക്കുന്ന ഇവർ മനസ്സിലാക്കേണ്ട വസ്തുത, അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു വലിയ സങ്കല്പമാണ്. അയ്യപ്പൻ ഒരു വിശ്വാസമാണ്. അത് കേരളീയന്റെ രക്തത്തിൽ അലിഞ്ഞുചേർന്നിട്ടുള്ളതാണ്. ജാതി മത വ്യത്യാസങ്ങൾക്കുപരിയായിക്കൊണ്ടുള്ളതാണ്. എല്ലാവർക്കും വലിയ വിശ്വാസം അയ്യപ്പനിലുണ്ട്. അതുകൊണ്ടാണ് അവിടേക്ക് ആളുകൾ പണം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടേക്ക് ആളുകൾ വരുന്നത്. അതിൽ ജാതി ആരും നോക്കാറില്ല, ആരും മതം നോക്കാറില്ല. നമുക്കറിയാലോ പഴയ കാലത്ത് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറയാറുണ്ട്. അയ്യപ്പൻ നാസ്തികനായിരുന്നു ഇവരൊക്കെ പറയാ. അയ്യപ്പൻ പറഞ്ഞൊരു വാക്കുണ്ട്, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം എന്ന് പറഞ്ഞിട്ട് അയ്യപ്പൻ പറഞ്ഞത് 41 ദിവസം വ്രതമെടുത്ത് നിങ്ങൾ ശബരിമല സന്നിധാനത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ് പറഞ്ഞത്. കൊടുങ്ങല്ലൂർ പോകണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ തെരുപ്പാട്ട് കേട്ടുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞതാ. മറിച്ച് ശബരിമലയിലേക്ക് എല്ലാവരോടും 41 ദിവസത്തെ വ്രതമെടുത്ത് പോകാൻ പറഞ്ഞ സഹോദരൻ അയ്യപ്പനെ പോലും വഴിതെറ്റിച്ചുകൊണ്ട് നാസ്തികനാണെന്ന് പ്രചാരം നടത്തിയിട്ടുള്ള ആളുകളാണ് ഇവർ പലരും. ഇത് കളവ് പ്രചരിപ്പിക്കുകയാണ്. അയ്യപ്പന്റെ വിശ്വാസങ്ങളെ, അയ്യപ്പന്റെ വിശ്വാസ പ്രമാണങ്ങളെ തച്ച് തകർക്കുക. അതുകൊണ്ടാണല്ലോ കേരളത്തിലെ വേറൊരു പ്രശസ്തനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരനായിരുന്നു അയാള്. അയാളാണ് പറഞ്ഞത് C. കേശവൻ എന്നായുള്ള പേര്. അയാള് തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ശബരിമല ക്ഷേത്രം തീവച്ച് നശിക്കപ്പെട്ടത്, പാലായിൽ നിന്നുള്ള ആളുകൾ. ഇയാളെ സെൽബന്ധികളാ കേശവന്റെയൊക്കെ. എന്നിട്ട് ഈ കേശവനും കൂട്ടരും പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്ര അന്ധവിശ്വാസം നശിച്ചു എന്നാണ്. എന്നിട്ട് ഇതേ കേശവന്റെ ആളുകള് ആളുകളാണ് പഴയ കാലത്ത് കേശവൻ അടക്കമുള്ള ആളുകൾ വൈക്കം സത്യാഗ്രഹത്തെ ഒറ്റുകൊടുത്തവരാ. 1971 പാഠപുസ്തകത്തിൽ എഴുതി ചേർത്തു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഉപജ്ഞാതാവ് C. കേശവനാണെന്ന്. ഇത്തരം കപട ജീവികളെ വച്ചുകൊണ്ടാണ് ക്ഷേത്രത്തെ നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നത്. ആദ്യം കത്തിക്കാൻ പരിശ്രമിച്ചു, പിന്നെ നിലയ്ക്കൽ കൊണ്ടുപോയിട്ട് കുരിശ് സ്ഥാപിച്ച് അതിനെ നശിപ്പിക്കാൻ പരിശ്രമിച്ചു. ഇപ്പൊ രണ്ടാമത് അവിടെ യുവതികൾ എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയനും മറ്റ് ദേവസ്വം വകുപ്പ് മന്ത്രിക്കൊക്കെ താല്പര്യമുള്ള ചില ആളുകളെ ക്ഷേത്രത്തിലേക്ക് വിളിച്ച് പോലീസിന്റെ സഹായത്തോടുകൂടി കൊണ്ടുവന്ന് ആ ക്ഷേത്രത്തിന്റെ ആചാരത്തെ ലംഘിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് മതില് കിട്ടുക, നവോത്ഥാന മതില്. അതിനകത്ത് പങ്കെടുത്തവർ ആരൊക്കെയ? അതിനകത്ത് പങ്കെടുത്തൊരു ഭൂരിപക്ഷം പേരും പട്ടണത്തിൽ ഭൂതങ്ങളാണ്. സ്വന്തം ശിരസ് പോലും കാണിക്കാൻ സാധ്യമല്ലാത്ത, സ്വന്തം മുഖം പോലും കാണിക്കാൻ സാധ്യമല്ലാത്ത, എല്ലാം അടച്ചു മൂടിക്കെട്ടിയിട്ടുള്ള ചില ആളുകൾ വന്നിട്ട് നവോത്ഥാനം ഉണ്ടാക്കണം, ശബരിമലയിൽ നവോത്ഥാനം വേണം, എല്ലാവർക്കും കയറണം എന്നൊക്കെ പറഞ്ഞത് ഇത്തരം കൂട്ടരാണ്. ഇവരുടെയൊക്കെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം ശബരിമല എന്ന് പറയുന്ന ഒരു വിശ്വാസത്തെ തകർക്കലാണ്. കാരണം ശബരിമലയിൽ ജാതി നോക്കാറില്ല, ശബരിമലയിൽ മതം നോക്കാറില്ല, ശബരിമലയിൽ വിശ്വാസമാണ് പ്രധാനം. ആർക്ക് വേണമെങ്കിലും കയറാം, 41 ദിവസം വ്രതമെടുക്കാം. അവിടെ സ്ത്രീകൾക്ക് കയറാനുള്ള സ്വാതന്ത്ര്യം അവിടെയുണ്ട്, അവിടെ പുരുഷന്മാർക്ക് കയറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് കയറുന്നത്. അങ്ങനെയുള്ള എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന ശബരിമല സന്നിധാനത്തെ തച്ച് തകർക്കുക എന്നുള്ള വിശ്വാസമാണുള്ളത്. അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളിൽ ഒരാളാണ്, തകർക്കാനുള്ള പരിശ്രമം നടത്തിയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് കടകംപള്ളി സുരേന്ദ്രൻ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ദേവസ്വം ബോർഡിന്റെ കണക്കുണ്ടോ ഇതിനകത്ത്? സ്വർണത്തിന് വേണ്ടി പകരം ചെമ്പെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ള സുനിൽകുമാർമാരും മുരാരി ബാബുമാരാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്. അവർക്ക് ഓശാന പാടുന്നവരാണ് ദേവസ്വം ബോർഡിന്റെ മന്ത്രിമാര്. ഈ തരത്തിൽപ്പെട്ട നികൃഷ്ടന്മാരായിരിക്കുന്ന, നീചന്മാരായിരിക്കുന്ന ആളുകൾ കേരളത്തിന്റെ മന്ത്രിമാരായതിന്റെ പേരിലാണ് ഈ പറയുന്ന ക്ഷേത്രങ്ങൾക്ക് ഇത്തരം ഒരു വലിയൊരു വെല്ലുവിളി നേരിടേണ്ടി വന്നത്. അത് ഇവർക്ക് ഇല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളുണ്ട്. ഈ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിന് ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെ വിഗ്രഹം തന്നെ നഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയില്ലേ കാര്യങ്ങൾ? സാധ്യതയുണ്ട്. ശബരിമലയിലെ വിഗ്രഹം, അതിനകത്ത് സ്വർണ്ണ വിഗ്രഹം അടിച്ചു മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മന്ത്രിമാരൊക്കെ അവിടെ തൊഴുത സമയത്ത് മന്ത്രിമാരും അവരാരും തൊഴുതില്ല. ക്ഷേത്രത്തിന് നടക്കിൽ വന്നത് അവർ നോക്കിയത് തന്നെ ആ വിഗ്രഹത്തിന്റെ എത്ര പവനുണ്ടെന്ന് അവർ നോക്കിയത്.
ദ്വാരപാലന്മാരുടെ എത്ര പവനുണ്ട്, മറ്റേ വാതിൽപ്പാളിക്ക് എത്ര പവനുണ്ട്, വിഗ്രഹത്തിന് എത്ര പവനുണ്ട്, ഈ പവൻ അടിച്ചു മാറ്റാനുള്ള പരിശ്രമം നടത്തിയതിൽ ഈ മന്ത്രിമാർക്ക് വലിയ പങ്കുണ്ട്. അല്ലെങ്കിൽ ഇവന്മാരെന്തിനാ അവിടെ പോയത്? എന്തിനാ ശബരിമലയിൽ പോയത്? നട തുറക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് നിൽക്കുക, മറ്റുള്ളവർക്ക് പോലും തൊഴാൻ പറ്റാത്ത രീതിയിൽ സാഹചര്യം ഉണ്ടാക്കുക, തൊഴാൻ പോലും കൂട്ടാക്കാതിരിക്കുക, അവിടുന്ന് തീർത്ഥം കിട്ടുന്ന സമയത്ത് തീർത്ഥമാണെന്ന് മനസ്സിലാക്കാതെ ഉണ്ട് ഒരു മന്ദബുദ്ധിയായിട്ടുള്ള മന്ത്രി പഴയത്. അയാൾ എന്നിട്ട് കയ്യും കാലൊക്കെ തിരി, അയാൾ ധരിച്ചത് സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നാന്ന് ധരിച്ചത്, ശുചീകരണത്തിന് കൊണ്ടുവന്നാന്ന് വിചാരിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള മന്ദബുദ്ധികളായിരിക്കുന്ന ആളുകളോട് എനിക്ക് പലപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഇതൊന്ന് വായിക്കണം, എന്തെങ്കിലും നിങ്ങളൊന്ന് പഠിക്കണം. മോഷണം കുലത്തൊഴിലായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുലത്തൊഴിലാണ് മോഷണം എന്നുള്ള കാര്യത്തിൽ നിരവധി അനുഭവങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് ശബരിമല നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കതാണ്. അപ്പൊ അതുകൊണ്ട് ശബരിമലയിൽ സുനിജി ചോദിച്ച മാതിരി വിഗ്രഹം അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു വാർത്തയല്ല, സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് ശരിക്കും സത്യത്തിൽ ഇവരെ എല്ലാവരെയും പ്രതികളായിട്ട് കഴിഞ്ഞ കാലങ്ങളുണ്ടായിട്ടുള്ള മന്ത്രിമാരെ എല്ലാം പ്രതികളാക്കിക്കൊണ്ട്, ഇവിടെയുള്ള ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളെയും പ്രതികളാക്കിക്കൊണ്ട് ഇവർക്കെതിരായിട്ട് കേസെടുക്കേണ്ടതാണ് ആവശ്യം. അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് 60% സസ്പെൻഷന്റെ അലവൻസ് കൊടുത്തുകൊണ്ട് അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് വിടുന്നതല്ല ഒരു ശിക്ഷാ നടപടി എന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.